എനിക്കിങ്ങനെ ഈ ഒരു എന്താ പറയുക ഫുൾ ടൈം ജോബിനും കൂടി പാർട്ട് ടൈമും കൂടി ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് ആൻഡ് ഐ എം ലവിങ് മൈ മേക്കപ്പ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആയിഷ് അർജുൻ. സോ വെൽക്കം ടു ഒരു ന്യൂ എപ്പിസോഡ് അല്ലെങ്കിൽ ന്യൂ വ്ളോഗ്. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എനിക്കൊരു എക്സ്ട്രാ സ്പെഷ്യലാണ്. ഞാൻ നല്ലപോലെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഞാൻ ആങ്കറിങ് അല്ലെങ്കിൽ MC ചെയ്യുന്നുണ്ട്, ലൈക്ക് പാർട്ട് ടൈം ആയിട്ട് എൻ്റെ ഫുൾ ടൈം ജോബിന് പുറമെ. അപ്പോൾ പേഴ്സണലി അറിയുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ MC ചെയ്യാൻ പോകുന്നത് അറ്റ് ഉദയ റിസോർട്ട് പാലക്കാടാണ്. നമ്മുടെ ആക്ടർ ജയറാമിൻ്റെ കസിനാണ് ഇന്നത്തെ ഗ്രൂം. ശരത്ത് എന്നാണ് ഗ്രൂമിൻ്റെ പേര്. അപ്പോൾ ആക്ച്വലി ഇവരുടെ ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജയറാമിൻ്റെ മോള് ചക്കി മാളവികയുടെ ഹസ്ബൻഡ് നവനീതിൻ്റെ ഫസ്റ്റ് കസിനാണ് ഇന്നത്തെ നമ്മുടെ ഗ്രൂം. അപ്പോൾ അതാണ് അവർ തമ്മിൽ റിലേഷൻ. അപ്പോൾ ഇന്ന് ജയറാമിൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്, എന്നോട് ഫാമിലി പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് സി. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു, ഞാനും അർജുനും ഫാമിലിയൊക്കെ ആയിട്ട്. ഞങ്ങൾ അവിടെ ഉത്സവം ആയതുകൊണ്ട് അവിടേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് വെളുപ്പിന് ആണ് ഇങ്ങോട്ട് പോകുന്നത്, ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാട് വന്നത്. അങ്ങനെ ഭയങ്കര ടയേർഡാണ്, ഫേസൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, ഭയങ്കര ടയേർഡാണ്. അങ്ങനെ ഉദയ റിസോർട്ടിൽ അവർ തന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു, ലഞ്ചൊക്കെ കഴിച്ചു. ഇപ്പം എനിക്ക് റെഡി ആവാൻ ടൈമായി. വെഡ്ഡിങ് റിസപ്ഷനാണ്. വെഡ്ഡിങ് ഓൾറെഡി ഇന്നലെ കഴിഞ്ഞു, ഇന്ന് റിസപ്ഷൻ പാർട്ടിയാണ്. അപ്പോൾ റിസപ്ഷൻ പാർട്ടി ഒരു 6 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, 6 o'clock സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 11 o'clock വരെയൊക്കെ ഉണ്ടാവും റിസപ്ഷൻ. അപ്പോൾ എനിക്ക് ഹോസ്റ്റിംഗ് ആയതുകൊണ്ട്, ആങ്കറിങ് ആയതുകൊണ്ട് ത്രൂ ഔട്ട് ലാസ്റ്റ് വരെ നിൽക്കേണ്ടി വരില്ല. ബട്ട് സ്റ്റിൽ നല്ലൊരു പരിപാടിയാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വെഡ്ഡിങ് റിസപ്ഷൻസിൽ, കോർപ്പറേറ്റ് ഇവൻറ്റ്സ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ വെഡ്ഡിങ് റിസപ്ഷൻസിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ് ഇത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിസ്സാക്കേണ്ടതെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഉദയ റിസോർട്ടിൽ. നമുക്ക് എക്സ്ട്രാ 2 ബെഡ് ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് മെസ്സിയാക്കി ഇട്ടേക്കാണ്. അപ്പോൾ റൂമൊക്കെ അടിപൊളിയാണ്. ഉദയ റിസോർട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ നല്ലതായിരുന്നു, ലഞ്ചൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടൈം ആവാറായി. എനിക്ക് കറക്റ്റ് 25 minutes ഉള്ളൂ റെഡി ആവാനും മേക്കപ്പ് ഇടാനും ഡ്രസ്സ് ചെയ്യാനൊക്കെ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു, ടോണർ ഇട്ടു. അപ്പോൾ ഇനി പെട്ടെന്ന് റെഡി ആവണം. അങ്ങനെ റെഡി ആയിട്ട് ഞാൻ എൻ്റെ ഫൈനൽ ലുക്കിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ടോണർ ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ഇല്ല. സോ ഞാനത് ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് ഞാൻ എങ്ങനെ റെഡി ആവണമെന്നുള്ളത്. ജസ്റ്റ് ഒരു ക്വിക്ക് സ്നാപ്പ് അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ യെസ്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എത്ര പേര് കാണും, എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിഷ്. യെസ്. അപ്പോൾ അങ്ങനെ ഞാൻ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫൗണ്ടേഷൻ കൺസീലർ സ്റ്റിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഫുൾ ഫേസ് ഒന്ന് ഫൗണ്ടേഷൻ പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ല യൂസ് ചെയ്യുന്ന, സ്റ്റിക്കാണ്. പണ്ട് മുതലേ ഞാൻ ഈ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് സീൽ ചെയ്യുന്നുണ്ട്. മെബിലിൻ്റെ ആണ് കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. ബ്രൗൺ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഐ മേക്കപ്പിലോട്ട് കിടക്കണം. ഐ മേക്കപ്പിൽ ഞാൻ ഫസ്റ്റ് ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നു. So my eyes are almost done. Next is mascara. Okay, so I'm done almost. ഞാൻ ഈ ഒരു ടോപ്പ് എൻ്റെ റിസപ്ഷൻ്റെ ടോപ്പാണ്, മീൻസ് എൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ ടോപ്പാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് പ്ലെയിൻ പലാസോ, ബിക്കോസ് ടോപ്പിൽ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഓവർ ആവണ്ട എന്നുള്ളത്. യെസ്, ഞാൻ ആങ്കർ ആണല്ലോ, ബ്രൈഡല്ല. അപ്പോൾ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ്റെ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ രണ്ടാമത് യൂസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വെറുതെ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, റീയൂസ് ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ടോപ്പും ഒരു ബ്ലാക്ക് പലാസോ ആൻഡ് ബ്ലാക്ക് ഷോൾ. റിസപ്ഷൻ തന്നെ ബ്ലാക്ക് ഷോളാണ്. അപ്പോൾ ഇത് ഈ ഷോൾ എങ്ങനെ ഇടണം എനിക്ക് ഒരു ഐഡിയ ഇല്ല, നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കമ്മൽ ഞാൻ ഇതാ പെയർ ചെയ്തത്, വളയും ഇങ്ങനെ പെയർ ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ലുക്ക് ഞാൻ കാണിക്കാം. ഞാൻ എല്ലാ പ്രാവശ്യം ഓവറോൾ ലുക്ക് കാണിക്കാമെന്ന് പറയുന്നത് ആരോ വിളിക്കുന്നുണ്ട്. ലെറ്റ് മീ സീ.
സോ യെസ്, ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ സൗണ്ട് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ഷോൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് കുറച്ച് അതൊരു എന്താ പറയുക, സൈഡ് ഇടുന്നതിനേക്കാളും അല്ലെങ്കിൽ ജസ്റ്റ് നെക്കിലോട്ട് കയറ്റിയിടുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ഓവറോൾ ലുക്കിനെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഷോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് ടൈമായി. അങ്ങോട്ട് റഷ്. അവിടെ എത്തിയിട്ട് എനിക്ക് എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് ഓഫ് കോഴ്സ് ഞാനാണ് ആ ഒരു പ്രോഗ്രാം ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത് ആസ് ആൻ ആങ്കർ. അപ്പോൾ യെസ്, പറ്റുന്ന ഷോർട്സ് എല്ലാം ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരാളുടെ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂമിൻ്റെ ബ്രദറിൻ്റെ ഓഡിയോ ഞാൻ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. സോ ഇപ്പം നമുക്ക് 6:30 ആയി ടൈം. ഇതുവരെ കപ്പിൾ എത്തിയിട്ടില്ല. സോ എല്ലാവരും വെയിറ്റിംഗ് ആണ്. സ്റ്റാർട്ട് ചെയ്യാറായി. നമ്മൾ 5:30, 6 ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് 6:30 ആയി. അതെപ്പോഴും അങ്ങനെയാണ്. റിസപ്ഷൻ എന്തായാലും ഡിലേ ആയിട്ടേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ. ഞാനൊരു അവോക്കാഡോ ഷേക്ക് കുടിച്ചു സ്റ്റാർട്ടറായിട്ട്. അവോക്കാഡോ ഷേക്ക് ഉണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് നോക്കി. യെസ്, അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ഫോർ ദ കപ്പിൾ ആൻഡ് റെഡി ടു ഗെറ്റ് ദ മൈക്ക് ആൻഡ് സ്റ്റാർട്ട്. ഓക്കെ, നന്നായി വന്നാൽ മതിയായിരുന്നു. ഐ ആം ഈഗർലി വെയിറ്റിംഗ് ജയറാം സാറിൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവണേ എന്നുള്ളത്. ലെറ്റ്സ് സീ. So much love. Okay, let's move on. So, എന്താണ് ഷെറിന്റെ ഫാദേഴ്സ് എന്നൊക്കെ പറയാനുള്ളത്? Good evening, everybody. Come on. And next we have a presentation, a surprise presentation from Sharad's brother Sangeet. Sangeet prepare ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രസന്റേഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ ഭയങ്കര എവിഡന്റ് ആയിരുന്നു. അവരുടെ ഫേസിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു. നെക്സ്റ്റ് മൂവിംഗ് ഓൺ, വി ഹാവ് ദിവ്യ here with her fabulous dance performance. I would like to request Divya onto the stage to rock it. അങ്ങനെ സ്റ്റേജിൽ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് സെൽഫിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ജയറാമിൻ്റെ മക്കൾ മാളവികയും കാളിദാസും മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കാളിദാസിനെയും തരുണിയുടെ കൂടെ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ ഫുൾ ഫോക്കസ് ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ നമുക്ക് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്ന് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ഡാൻസ് പെർഫോമൻസ്, ഗ്രൂപ്പ് ഡാൻസുകളെല്ലാം ഉണ്ടായിരുന്നു. ഡാൻസ് കഴിഞ്ഞോടുകൂടി തന്നെ പിന്നെ DJ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പം ടൈം ഓൾമോസ്റ്റ് 11:10 ആയി. 11:10 ആയി. ഇപ്പോഴാണ് പരിപാടി കഴിഞ്ഞത്. ഒരു ലോങ് പരിപാടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ലോങ് പരിപാടിയായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ലൈക്ക് അവരുടെ വൈബും കസിൻസും ഫ്രണ്ട്സും ഒരു രക്ഷയില്ല. പിന്നെ ഭയങ്കര വാംത്തുള്ളൊരു ഫാമിലി. നിങ്ങൾ കണ്ടു കാണും വിഷ്വൽസിൽ. എല്ലാവരും ഭയങ്കര വാംത്താണ്. പക്ഷെ ഞാൻ ജയറാമിനെ എക്സ്പെക്റ്റ് ചെയ്തു. ജയറാമിനെയും അശ്വതിനെയും എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അവരോടൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട്. ബട്ട് അത് നടന്നില്ല. കുഴപ്പമില്ല, കാളിദാസിൻ്റെ കൂടെ ഫോട്ടോ കിട്ടി. അത് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ബ്രൈഡും ഗ്രൂമും ശരത്തും റിയ എന്നാണ് പേര്. അവരാണെങ്കിലും നല്ല വാംത്താണ്, നല്ല ഹമ്പിൾ ആണ്. എസ്പെഷ്യലി ഗ്രൂമിൻ്റെ അമ്മ ഷോബി മാം. ഷി വാസ് എ ടീച്ചർ ഇൻ ദുബായ്. അപ്പോൾ അവർ ദുബായ് ബേസ്ഡ് ആണ്, ടീച്ചറായിരുന്നു. നല്ല നല്ല രസമാണ് അവരുടെ സംസാരം, അവരുടെ മകനെ പറ്റി പറയുമ്പോൾ അവരുടെ സ്നേഹം ഒരു രക്ഷയില്ല. 11 മണിയായി. എൻ്റെ മേക്കപ്പ് ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നൈസ്. ഐ ഹാവ് ഇംപ്രൂവ്ഡ് മൈ മേക്കപ്പ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ വ്ളോഗുള്ളൂ. ഇനി ഞാൻ റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടന്നുറങ്ങും. ബിക്കോസ് ലോങ് ഡേ ആയിരുന്നു ഇന്ന്. കാരണം ഏർലി മോർണിംഗ് വെളുപ്പിക്കാൻ ട്രിവാൻഡ്രത്തുനിന്ന് വന്നു പാലക്കാട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ ഇവിടെ റെഡിയായി. ഇവിടുത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി എനിക്ക് നാളെ തിരിച്ച് കൊച്ചി പോകണം. ഏർലി മോർണിംഗ് കൊച്ചിയിൽ പോകണം. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു, ലോങ് ഡേ ആയിരുന്നു.
അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഐഷ് അർജുൻ. സോ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗിൽ അർജുൻ കൂടി ഉണ്ടായിരുന്നില്ല. ഐ ഡു മിസ് ഹിം എ ലോട്ട്. ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം പറ്റുന്ന എൻ്റെ കൂടെയുള്ള ഇവൻ്റ് വർക്കുകൾക്കെല്ലാം ആങ്കറിങ് വർക്കിനെല്ലാം അർജുൻ വരാറുണ്ട്. പക്ഷേ ഇത് ഉത്സവം കൂടിയാണ്. അപ്പോൾ അർജുൻ അവിടെ ഉണ്ടാവണം. ഉത്സവത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളെ അർജുനൻ കൊച്ചിയിലെത്തും, നാളെ ഞാനും കൊച്ചിയിലെത്തും. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അപ്പോൾ എന്തെങ്കിലും കമൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വ്ളോഗിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ സജഷൻസ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ തിരിച്ചെത്തി. അയ്യോ, നല്ലൊരു എന്താ പറയുക, ലോങ് ഡേ ആയിരുന്നു. ഇവൻ്റ് ആണെങ്കിലും നല്ല ലെങ്തി ഇവൻ്റ് ആയിരുന്നു. സോറി, എനിക്കൊരു കോൾ വരുന്നു. മൈ ഹബ്ബി ഈസ് കോളിങ്. അർജുനാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിച്ചു. എന്നെ ഇത്ര നേരമായിട്ട് ഒരു അഡ്രസ്സും ഇല്ലാത്തതുകൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ തിരിച്ചെത്തി, ഞാൻ റൂമിൽ തിരിച്ചെത്തി. ഇനി എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യണം. മേക്കപ്പ് ഞാൻ കുറച്ച് എന്താ പറയുക, സാധാരണ ചെയ്യണ പോലെ നല്ല ഞാൻ കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് ഹൈലൈറ്ററൊക്കെ ഇട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെച്ചു. കാരണം അവർ നമ്മളോട് പറഞ്ഞിരുന്ന ടൈം 5:30 ആണ്. 6 ആയി, 6:30 ആയി, 7 ആയി, 7:30 ആയപ്പോഴാണ് ഗ്രൂമും ബ്രൈഡ് എത്തിയത്, കപ്പിൾസ് എത്തിയത്. അവർക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഡിലേ ആയത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, മുഹൂർത്തം കാര്യങ്ങളുള്ള പരിപാടിക്കല്ലേ എപ്പോഴും ടൈമിൽ നടക്കുള്ളൂ. റിസപ്ഷൻസും പാർട്ടിയൊന്നും ഒരിക്കലും ടൈമിൽ നടക്കില്ല. ഈവൻ എൻ്റെ വെഡിങ് റിസപ്ഷനൊക്കെ ആയാലും നമ്മൾ പറഞ്ഞ ടൈമിനേക്കാളൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് തീർന്ന് ഡിലേ ആയി. പിന്നെ എല്ലാം റിസപ്ഷനും പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഡിലേ ആവും. മുഹൂർത്തം ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ടൈമിലൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. പിന്നെ ഞാൻ ഫുൾ ടൈം ഇതാണോ ചെയ്യുന്നത് എന്ന് ഡൗട്ട് തോന്നുന്നവർക്ക് അല്ല, എനിക്ക് ഫുൾ ടൈം ജോബ് ഉണ്ട്. ഞാൻ അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പോളോ ടയേഴ്സിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഓൾ കേരളയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഫുൾ ടൈം ജോബ്. ദിസ് ഈസ് ലൈക്ക് മൈ പാർട്ട് ടൈം കം പാഷനാണ്, ഇഷ്ടമാണ് ചെയ്യാൻ. ഓഫ് കോഴ്സ് മണിയും കിട്ടും, ക്യാഷും കിട്ടും, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്, എല്ലാ വർക്കിനും ഒരേപോലെ ആവില്ല. ഫ്രീലാൻസ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവൈലബിൾ ആവുന്ന ഡേറ്റിന് എൻ്റെ ടൈമിനനുസരിച്ച് എനിക്ക് ലൊക്കേഷനിൽ എനിക്ക് വർക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. എനിക്ക് അവൈലബിലിറ്റി ഉള്ള സൺഡേസ് എടുക്കും, അങ്ങനെയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെയാണിത് ഞാൻ ഇവൻറ്റിൻ്റെ ചെയ്യണത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആങ്കർ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ലേണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. 1 ഇയർ ആയിട്ടുള്ളൂ ഞാൻ കറക്റ്റായിട്ട് ഇത് ചെയ്ത് തുടങ്ങിയിട്ട്. പക്കാ 1 ഇയർ, യെസ്. 2024 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ കോർപ്പറേറ്റ് ഇവൻറ്റ്സ്, ന്യൂ ഇയർ ഇവൻറ്റ്സ്, പിന്നെ പ്രൊമോഷൻ വീഡിയോസ്, ദെൻ മോൾ ഇവൻറ്റ്സ്, പിന്നെ വെഡിങ് റിസപ്ഷൻസ്, ഹൽദി, സംഗീത് എല്ലാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുവിധം എല്ലാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ ചെയ്തിട്ടുണ്ട്, കൊച്ചി, പാലക്കാട്, മൂന്നാർ, വയനാട്, കാലിക്കറ്റ്, അങ്ങനെ ഒരുവിധം മെയിൻ സിറ്റീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഔട്ട്സൈഡ് കേരള ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നോക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. പിന്നെ എനിക്കിങ്ങനെ ഈ ഒരു എന്താ പറയുക, ഫുൾ ടൈം ജോബിനൂടി പാർട്ട് ടൈമും കൂടി ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് എൻ്റെ കെട്ടിയവനാണ്, എൻ്റെ ഹബ്ബിയാണ്. ഹൂ ഇസ് നോട്ട് വിത്ത് മീ റൈറ്റ് നൗ, ബട്ട് ഐ മെൻഷനിങ് ഹിസ് നെയിം ഇൻ ദ വീഡിയോ, ഈ വ്ളോഗിൽ. കാരണം അർജുനില്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ വ്ളോഗൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ മാത്രമായിട്ടുള്ളൊരു വ്ളോഗ്. അപ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്തു. കാരണം അർജുൻ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പോലെ വീഡിയോസൊക്കെ എടുത്ത് തരും, ഹെൽപ്പ് ചെയ്യും കുറേ. പിന്നെ എനിക്ക് ട്രാവലിങ്ങും ഈസിയാണ്, എന്നെ കാറിൽ കൊണ്ടാക്കും, എന്നെ പിക്ക് ചെയ്യും, അങ്ങനെയൊക്കെ. ഓക്കെ, ഇല്ലാത്തപ്പോഴല്ലേ, കണ്ണില്ലാത്തപ്പോഴല്ലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയണ പോലെ ടുഡേ ഐ അണ്ടർസ്റ്റുഡ്. ഓക്കെ, പക്ഷെ അങ്ങനെ എല്ലാ വർക്കിനും അർജുനും കൂടെ വരില്ല. കാരണം ലീവോ കാര്യങ്ങളോ അങ്ങനെ ഇതായതുകൊണ്ട് അങ്ങനെ എല്ലാ വർക്കിനൊന്നും വരില്ല. ബട്ട് പറ്റുന്ന ഇവൻ്റ് വർക്കുകൾക്കൊക്കെ എൻ്റെ കൂടെ വരാറുണ്ട്, സജഷൻസ് പറയാറുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടത് പറയാറുണ്ട്, ഫീഡ്ബാക്ക് പറയും, അങ്ങനെയൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരുപാടെന്നാണ് എൻ്റെ വിശ്വാസം.
അപ്പം അത്രേ ഉള്ളൂ. ഇനി മേക്കപ്പ് കളയണം, അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടന്ന് ഉറങ്ങണം. അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഒരുപാട് ഇവൻ്റ് വർക്കുകൾ പോകും, പക്ഷെ അത് ഞാൻ വ്ളോഗ് ആക്കിയിട്ടില്ല. ഇത് ഞാൻ വ്ളോഗ് ആക്കാനുള്ള കാരണം ഇതെനിക്ക് ഇത്തിരി എന്താ പറയുക, ഞാൻ ചെയ്തതിൽ ഒരു വെഡ്ഡിങ് രീതിയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഗ്രാൻഡാണ്. ഓൾസോ ജയറാമിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും എന്നുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ആൾ ഷൂട്ടിൽ എന്തോ ആണ്, ആളില്ലാത്തതുകൊണ്ട് പിന്നെ ആളുടെ വൈഫ് പാർവതി വരാഞ്ഞത്. പക്ഷേ ചക്കി മാളവികയുടെ ഹസ്ബൻഡ് നവനീതിൻ്റെ ഫസ്റ്റ് കസിനാണ് നമ്മുടെ ഇന്നത്തെ പയ്യൻ ഗ്രൂം ശരത്ത് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും അവരെല്ലാവരും പങ്കെടുത്തു. മാളവിക ഉണ്ടായിരുന്നു, ചക്കി ഉണ്ടായിരുന്നു, ചക്കിയുടെ ഹസ്ബൻഡ് നവനീത് ഉണ്ടായിരുന്നു, കാളിദാസ് ഉണ്ടായിരുന്നു, കാളിദാസിൻ്റെ വൈഫ് തരുണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ നാളെ പാലക്കാട് വിടും. ഐ എം സ്ട്രേറ്റ് അവേ ഗോയിങ് ടു കൊച്ചി. നാളെ ഓഫീസിൽ പോകണം, ഓഫീസിൽ കയറണം. അപ്പോൾ അങ്ങനെയുള്ളൂ. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വ്ളോഗ്. ഞാൻ ആദ്യം വ്ളോഗ് ഒന്ന് എൻഡ് ചെയ്തു, പിന്നെ റൂമിൽ വന്ന് വീണ്ടും ഒന്നുകൂടി സമാധാനമായിട്ട് സംസാരിച്ച് എൻഡ് ചെയ്യാമെന്ന് വെച്ചു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഐ എം ലവിങ് മൈ മേക്കപ്പ്. എൻ്റെ ഈ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്, ആർക്കെങ്കിലും വേണമെങ്കിൽ. കാരണം ഇറ്റ്സ് ടു ഈസി, ടു സിമ്പിൾ, ഭയങ്കര മിനിമലാണ്, പക്ഷേ ഇറ്റ് സ്യൂട്ട്സ് മീ. പക്ഷെ വെയിൽ കൊണ്ടാൽ എൻ്റെ ഈ മേക്കപ്പ് ആകെ ഡള്ളായി പോവും. വെയിൽ കൊണ്ടില്ലെങ്കിൽ പെർഫെക്റ്റ് ആണ്, എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.